بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗസമ്പൂർണമായ ജീവിത ചരിത്ര മുഹൂർത്തങ്ങൾ പല വെള്ളിയാഴ്ചകളിലെ പ്രഭാഷണങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ലോകത്തുള്ള സകല സത്യവിശ്വാസികളും ആ പ്രവാചകനെയും കുടുംബത്തെയും അനുസ്മരിക്കുന്നതോടൊപ്പം ലക്ഷക്കണക്കായ ഹാജിമാർ ആ കുടുംബം ചെയ്ത ജീവിതത്തിലെ ചില പ്രവർത്തികൾ അനുകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ഇബ്രാഹിമി ജീവിതം അനുസ്മരിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചെയ്ത ഒട്ടേറെ പ്രാർത്ഥനകൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊരു പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ചെറിയൊരു വിശദീകരണം നൽകാനാണ് ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗസമ്പൂർണമായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഖലീലായി മാറിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വളരെ വിനയാന്വിതനായിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുടെ അവസാന ഭാഗം ഇങ്ങനെയാണ്: വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. സകല അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും മനുഷ്യകുലം മുഴുവനും വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറിന്റെ നാളിൽ അള്ളാഹുവേ, നീ എന്നെ അപമാനിതനാക്കരുത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയം കൂടാതെ ഒരാൾക്കും രക്ഷ നൽകപ്പെടാത്ത, സമ്പത്തും സന്താനങ്ങളും ഒരുവിധ പ്രയോജനവും ചെയ്യാത്ത ആ വിചാരണ നാളിൽ അള്ളാഹുവെ, എന്നെ നീ അപമാനിതനാക്കരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടേറെ പ്രാർത്ഥനകളിൽ ഏറ്റവും അർത്ഥവത്തായ, നമുക്കെല്ലാവർക്കും പാഠം ഉൾക്കൊള്ളാനുള്ള ഒരു പ്രാർത്ഥനയാണത്. അള്ളാഹുവിന്റെ ഖലീലായിട്ടുകൂടി അവിടുന്ന് ആശങ്കിക്കുകയാണ്, വിചാരണ നാളിൽ എനിക്ക് രക്ഷയുണ്ടാകുമോ? നാളെ മഹ്ശറിന്റെ വിചാരണ വേളയിൽ മനുഷ്യരൊക്കെയും ഓരോ പ്രവാചകന്മാരോടും റെക്കമെൻഡിന് വേണ്ടി ചെല്ലുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലും റെക്കമെൻഡിന് വേണ്ടി, ഷഫാഅത്തിന് വേണ്ടി മനുഷ്യർ ചെല്ലും. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നത്, എന്റെ കാര്യത്തിൽ ഞാനാകെ ബേജാറിലാണ്. എനിക്ക് പടച്ച തമ്പുരാൻ രക്ഷയാണോ ശിക്ഷയാണോ വിധിക്കുന്നത് എന്നെനിക്കറിഞ്ഞുകൂടാ. എന്റെ നീണ്ടകാല ജീവിത കാലയളവിൽ അള്ളാഹുവിന് അനിഷ്ടകരമായ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടോ? അതിന്റെ വിചാരണ ഞാൻ ഭയക്കുകയാണ്, പേടിക്കുകയാണ് എന്ന് പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചേർന്ന, ലോകം മുഴുവനും എപ്പോഴും അനുസ്മരിക്കുന്ന, പ്രത്യേകിച്ച് 5 നേരത്തെ നിസ്കാരത്തിൽ സലാത്തിലൂടെ അനുസ്മരിക്കുന്ന, ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവാചകന്റെ മഹ്ശറിനെ കുറിച്ചുള്ള ജിജ്ഞാസയാണിതെങ്കിൽ, അതിനെക്കുറിച്ചുള്ള ചിന്തയാണിതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ആ മഹ്ശറെ കുറിച്ച് എന്തുമാത്രം ജിജ്ഞാസപ്പെടണം. രക്ഷയാണോ ശിക്ഷയാണോ? ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ് സഈർ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മനുഷ്യരെ അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെടുന്ന അന്നാളിൽ യൗമ തുബിലസ് സറായിർ ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. സഹായിക്കാൻ ആരുമില്ലാത്ത,
ഒരുവിധമായ കഴിവും മനുഷ്യന് അന്നാളിൽ ലഭിക്കാത്ത, എല്ലാ രഹസ്യങ്ങളും വെളിവാക്കപ്പെടുന്ന ആ മഹിഷറത്തിന്റെ ദിനത്തെ കുറിച്ച് നമ്മൾ എന്തുമാത്രം ഭയക്കണം പ്രിയപ്പെട്ടവരെ. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വിചാരങ്ങളും വികാരങ്ങളും മാനസികാവസ്ഥയും എന്താണ് എന്ന് കൃത്യമായി സ്കാനിങ് നടത്തി കർമ്മങ്ങളുടെ തികഞ്ഞ പ്രതിഫലം റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ആ മഹിഷറിന്റെ ദിനം, പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്രമാത്രം അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിതരാകണം, വേദന കൊള്ളണം. ഒരു പ്രവാചകൻ ലോകത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചേർന്ന അള്ളാഹുവിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് എന്നൊരു മനുഷ്യനെ കുറിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വിശേഷണങ്ങൾ മുഴുവനും അനർത്ഥമായ ഒരു പ്രവാചകനാണ് പറയുന്നത്. അള്ളാഹുവേ, എന്നെ നീ അപമാനിതരാക്കരുതേ, വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. നിന്റെ മുഴുവൻ പടപ്പുകളെയും നീ പുനർജനിപ്പിച്ച് നിന്റെ മഹിഷറിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുമ്പോൾ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളും സമ്പത്തും ഉപകരിക്കാത്ത അന്നാളിൽ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഹൃദയശുദ്ധിയോടുകൂടി വരുന്നവർക്ക് മാത്രം രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദിയൊരുക്കുന്ന ആ കോടതിയിൽ പടച്ചവനെ എന്നെ നീ അപമാനിതരാക്കരുത് എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു വേള നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഹൃദയ വിശുദ്ധി എവിടെയാണ് എന്ന്. നാം ഓരോരുത്തരും ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യ പ്രകടനത്തിലേക്കല്ലല്ലോ നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ബാഹ്യ പ്രകടനങ്ങളിലേക്കല്ല അള്ളാഹുവിന്റെ നോട്ടം, അള്ളാഹുവിന്റെ തിരുനോട്ടം നിങ്ങളുടെ കൽബുകളിലേക്കാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം ഹൃദയവിശുദ്ധിയുള്ളവരാണ് എന്ന് ഓർക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞത് ഹനീഫൻ മുസ്ലിമൻ എന്ന. ഹനീഫൻ മുസ്ലിമൻ, വെറും ഒരു മുസ്ലിം അല്ല, മറിച്ച് ഹനീഫാണ്. ഒരു വിധമായ വക്രതയുമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമ എന്നാണ് ഹനീഫൻ എന്നതിന്റെ അർത്ഥം. അങ്ങനെ കളങ്കമൊന്നുമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയായ ആ പ്രവാചകനാണ് പഠിപ്പിക്കുന്നത്, സലീമായ ഹൃദയത്തോടുകൂടി റബ്ബിന്റെ മുമ്പിൽ ഹാജരാകുന്നവർക്ക് മാത്രമേ അന്ന് രക്ഷയുള്ളൂ എന്ന്. ഒരു വേള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധി കൈവരിച്ചിട്ടുണ്ടോ എന്ന് നാം ഓർക്കണം. ലോകാവസാനം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് കുശുമ്പും കുന്നായ്മയും പകയും പരവിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന അസൂയയും കിബറും അഹങ്കാരവും തൻപോരിമയുമെല്ലാം മൊത്തം ഹൃദയത്തിൽ ഏറ്റി നടക്കുന്ന നാം ഓരോരുത്തരും എത്രത്തോളം മാനസികമായ ശുദ്ധിയുള്ളവരാണ്, ഹൃദയശുദ്ധി കൈവരിച്ചിട്ടുള്ളവരാണ് എന്ന് ഒരു വേള ചിന്തിക്കണം. അള്ളാഹുവിന്റെ സ്കാനിങ് വളരെ വലിപ്പമുള്ളതാണ്. അള്ളാഹുവിന്റെ സ്കാനിങ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ മനുഷ്യന്റെ മാനസിക വികാരം പോലും മറഞ്ഞു പോകാത്തതാണ്, എല്ലാം വെളിപ്പെടുന്നതാണ്. വഹുസ്സില മാ ഫി സുദൂർ എന്ന വാക്ക് അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധേയികളായ അടിമകളെ കുറിച്ച് പടച്ച തമ്പുരാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അലീം. ഹൃദയവിശുദ്ധിയെ കുറിച്ച് ഊന്നൽ നൽകിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ഉലൈക വിജയികളാകുന്ന അള്ളാഹുവിന്റെ അടിമകൾ, അല്ലദീന ഒരു കൂട്ടം അവന്റെ ദാസന്മാരാണ്, ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ തഖ്വയുണ്ടാകുന്നതിന് വേണ്ടി ഈമാനിന്റെ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളായി കൊണ്ടുവന്ന്
അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഊതിക്കാച്ചിയ പൊന്നിനെ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ സത്യവിശ്വാസികളാകുന്ന മുൻഗാമികളുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിച്ചിരിക്കുന്നു. ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അലീം. അവർക്കാണ് റബ്ബിൽ നിന്നുള്ള പാപമോചനം, അവർക്കാണ് റബ്ബിൽ നിന്നുള്ള വലിയ പ്രതിഫലം അഥവാ സ്വർഗം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ എത്രമാത്രമാണ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് നാം ഓരോരുത്തരും ഓരോ ദിവസവും ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിജയി ആര് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രസക്തമായ ഹദീസ് പലപ്പോഴും തഅലീമിന്റെ സദസ്സിൽ ഇവിടെ വായിക്കപ്പെടാറുണ്ട്, കേൾക്കപ്പെടാറുണ്ട്. പക്ഷേ ആരാണ് അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിക്കുന്നത് എന്നുള്ളതാണ് ചിന്തനീയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഫ്ളലു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വിജയി ആരാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാനി, നാവിനാൽ സത്യസന്ധനായവൻ, ഹൃദയത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവൻ, അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ വിജയി എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ള ഇത് പറയുമ്പോൾ സഹാബത്തിന് കൂടുതൽ വിശദീകരണത്തിനായി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സദൂഖുൽ ലിസാനി നഅരിഫുഹു യാ റസൂലല്ലാഹ്, നാവിനാൽ സത്യസന്ധൻ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. നാവ് കൊണ്ട് കള്ളം പറയാതെ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സാദിഖായ, സിദ്ദീഖായ, സദൂഖായ ആൾക്കാരെ ഞങ്ങൾക്കറിയാം. പക്ഷെ അങ്ങ് പറഞ്ഞ മഹ്മൂമുൽ ഖൽബ് എന്ന ആ സംജ്ഞ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതൊന്ന് വിശദീകരിച്ച് തരുമോ റസൂലേ എന്ന് സഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിശദീകരണം നൽകുകയാണ്. അത്തഖിയു അന്നഖിയു ലാ ഇസ്മ അലൈഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ, ഹൃദയത്തെ ബാധിക്കുന്ന ഒട്ടേറെ രോഗങ്ങൾ ഇല്ലാത്ത ആ വ്യക്തിയാണ് മഹ്മൂമുൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കപ്പെട്ടവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വ്യക്തമാക്കിയുണ്ടായി. എന്താണ് ആ പറഞ്ഞത്? അത്തഖിയു, ഒന്നാമത്തെ വിശേഷണം റസൂലുള്ള പറഞ്ഞത് തഖിയാണ്. തഖി എന്ന് പറഞ്ഞാൽ ലാ യഖാഫു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയക്കാത്ത ഈമാനികമായ അവസ്ഥ, അതാണ് തഖിയ്. ഒരു മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയക്കുകയില്ല. സഹാബത്തിനുണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന ഗുണം അതായിരുന്നു. ഏത് സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിലും, ഏത് ഭൂലോക ചക്രവർത്തിയുടെ മുമ്പിലും സത്യം തുറന്നു പറയാനും പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് നടത്താനും പര്യാപ്തമായ ശക്തിയുള്ളവരായിരുന്നു, ഈമാനികമായ ആർജവമുള്ളവരായിരുന്നു സഹാബാക്കൾ. നബി തങ്ങൾ പറയുകയാണ്, ഹൃദയശുദ്ധി നേടുന്നവൻ ആദ്യമായിട്ട് അവനുണ്ടാകേണ്ടത് അത്തഖിയു, അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയക്കാത്ത അവസ്ഥ ഉണ്ടാകുക. രണ്ടാമത്തത് അന്നഖിയു, ഹൃദയത്തെ ബാധിക്കാവുന്ന ആത്മീയമായ കുറെ രോഗങ്ങളുണ്ട്, ആ രോഗങ്ങളിൽ നിന്നും ഹൃദയശുദ്ധി കൈവരിക്കുക. പ്രിയപ്പെട്ടവരെ, നാം പണ്ട് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ് ഹൃദയത്തെ ബാധിക്കുന്ന ഒട്ടേറെ രോഗങ്ങൾ. അതിൽപ്പെട്ടതാണ് ഹസദ്, മറ്റുള്ളവരോട് അസൂയ; ഹിഖദ്, മറ്റുള്ളവരോട് കുശുമ്പ്; കിബർ, അഹങ്കാരം; ഫഖ്ർ, അത്യത; ഗളബ്, കോപം; തബാഗുൽ, പരസ്പരം മനുഷ്യരോടുള്ള വിദ്വേഷം; വില്ല്, കുശുമ്പ്. ഇങ്ങനെ മനുഷ്യ മനസ്സുകളെ ബാധിക്കുന്ന ഒട്ടേറെ ഹൃദയങ്ങൾ, ഒട്ടേറെ തെറ്റുകൾ. ഈ തെറ്റുകൾ, ഈ കുറ്റകൃത്യങ്ങളാൽ നാം ഓരോരുത്തരുടെയും മനസ്സ് മലീമസമായിട്ടുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മഹ്മൂമുൽ ഖൽബിനാണ് രക്ഷയുള്ളത്. അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ അതിന് നൽകുന്ന വിശദീകരണമാണ് അത്തഖിയു അന്നഖിയു. മനുഷ്യ ഹൃദയങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഹൃദ്രോഗങ്ങൾ, ആത്മീയമായ ഒരുപാട് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളിൽ നിന്നും ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് അവൻ മഹ്മൂമുൽ ഖൽബാകുന്നത്. ലാ ഇസ്മ അലൈഹി, പിന്നെ വീണ്ടും റസൂലുള്ള വിശദീകരിക്കുകയാണ്, അവന്റെ മേൽ പാപങ്ങളൊന്നും അവശേഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താ? മനുഷ്യ സഹജമായിട്ട് പാപങ്ങൾ വന്നുപോയാൽ ഇസ്തിഗ്ഫാറിനെ പെരുപ്പിച്ചും തൗബ ചെയ്തും ശുദ്ധീകരണം നേടി ഹൃദയത്തെ മാലിന്യമുക്തമാക്കിക്കൊണ്ട് പരിശുദ്ധമാക്കുന്ന മനുഷ്യ
മനുഷ്യൻ, അവനാണ് സലീമുൽ ഖൽബ്, അവനാണ് തഖിയ്, അവനാണ് നഖിയ്, അവനാണ് കുല്ലു മഖ്മൂം, ഹൃദയ ശുദ്ധീകരണം നേടിയവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. വലാ ഗില്ല വലാ ഹസദ, അവൻ ആരോടും കുശുമുണ്ടാവുകയില്ല, ആരോടും പകയുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓരോ വെള്ളിയാഴ്ചയും ഇമാം രണ്ടാമത്തെ ഖുത്ബയിൽ ആ പ്രാർത്ഥന ആവർത്തിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ആവർത്തിച്ച് അത് കേട്ടുകൊണ്ട് അതനുസരിച്ച് അവരുടെ മനസ്സുകൾ പരിശുദ്ധമാക്കാൻ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗല്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എന്നെ ശ്രവിക്കുന്ന അധിക സഹോദരങ്ങൾക്കും ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു ആയത്തും അറിയാം. കാരണം ഒരു വെള്ളിയാഴ്ച പോലും ഇത് കേൾക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. എന്താണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുന്നത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം, മുൻഗാമികളായ അൻസാർ മുഹാജിറുകൾ ഉൾപ്പെടുന്ന സഹാബാക്കൾക്ക് ശേഷം ദീനിലേക്ക് കടന്നു വന്ന പുതുവിശ്വാസികൾ, ഈമാൻ കൊണ്ട് ഹൃദയം തിളങ്ങിയ ആൾക്കാർ, യഖൂലൂന, അവർ പ്രാർത്ഥനാ നിരതരാകും. റബ്ബന ഇഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് മുൻകടന്ന എല്ലാ സഹോദരങ്ങൾക്കും വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ, അല്ലാഹുവേ ഞങ്ങളുടെ കൽബുകളിൽ നീ അവശേഷിപ്പിക്കരുത്. ഒരു മുഅ്മിനോടും ഒരു വിധമായ വിദ്വേഷവും വെറുപ്പും പകയും അസൂയയും കുശുമ്പും ഒന്നും നീ അവശേഷിപ്പിക്കല്ലേ. പ്രിയപ്പെട്ടവരെ, 100 കുശുമ്പും കുന്നായ്മയും അസൂയയും നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കയറിയിട്ടാണ് ഈ അധര വ്യായാമം പലപ്പോഴും നടത്തുന്നത്. ഈ പ്രാർത്ഥന നമ്മൾ ഈ അധരങ്ങൾ കൊണ്ട് പറയുന്നത്, നാവ് കൊണ്ട് പറയുന്നത് ഹൃദയത്തിലേക്ക് കയറുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായിട്ട് ഈ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഹൃദയ ശുദ്ധീകരണം നേടാൻ നമുക്ക് കഴിയണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. മുഅ്മിനീങ്ങളിൽ നിന്നും ഒരാളോടും എന്റെ ഹൃദയത്തിൽ പടച്ചവനെ നീ ഗില്ല്, കുശുമ്പ്, അസൂയ, പക, വിദ്വേഷം ഇങ്ങനെയുള്ള ഒരുവിധമായ മാനസിക രോഗവും അവശേഷിപ്പിക്കല്ലേ തമ്പുരാനെ. എന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ചു തരണേ നാഥ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ലാ യജ്മഉ ഫീ ഖൽബിൽ മുഅ്മിനി അൽ ഈമാനു വൽ ഹസദു. ഒരു മുഅ്മിനിന്റെ ഖൽബിൽ ഒരേ സമയം 2 കാര്യങ്ങൾ സമ്മേളിക്കുകയില്ല. അതിൽ ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് ഹസദാണ്. ഈമാനുള്ളിടത്ത് ഹസദ് ഉണ്ടാവൂല, ഹസദുള്ളിടത്ത് ഈമാനും ഉണ്ടാവൂല. ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ, മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിനും അതിനോട് അനിഷ്ടകരം കാണിച്ചുകൊണ്ടുമുള്ള ഒരു മാനസികമായ അവസ്ഥ, അതിനാണ് അസൂയ എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് ആർക്കാണ് ആ രോഗം ഒഴിവായിട്ടുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദ്രോഗങ്ങൾ പലതാണ്. അതിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമ്പോഴാണ് സലീമായ ഹൃദയത്തോടുകൂടി നാളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ ചെന്നെത്താൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് മഹാനായ സഅദ് ഇബ്നു അബീ ലഹിയ റളിയല്ലാഹു അൻഹു ആകുന്ന കർഷകനായ ദരിദ്രനായ സഹാബിയുടെ ചരിത്രം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, കുന്നാ ജുലൂസൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു ളുഹർ നമസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആ സന്ദർഭത്തിൽ പറഞ്ഞു, യത്തലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസികളെപ്പെട്ട ഒരു മനുഷ്യൻ ഇപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചേരുമെന്ന്. സഹാബാക്കളാകുന്ന ഞങ്ങൾ ആകാംക്ഷയോടുകൂടി ആ മനുഷ്യനെ കാണാൻ പ്രതീക്ഷയോടുകൂടി പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് വുദൂഇന്റെ വെള്ളത്തിനാൽ നനഞ്ഞ താടിയിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്ന നിലയിൽ കയ്യിൽ മെതിയടി ഒരു കീസിലാക്കിക്കൊണ്ട് കർഷകനായ സഅദ് ഇബ്നു അബീ ലഹിയ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹം ളുഹർ നിസ്കാരത്തിന് പലപ്പോഴും താമസിച്ചാണ് എത്തുന്നത്. കാരണം അകലെയുള്ള തന്റെ കൃഷിഭൂമികൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും
ആ ശരീരം വൃത്തിയാക്കി ശുദ്ധിയാക്കി ളുഹറിന്റെ സമയത്ത് ജമാഅത്തിന് പള്ളിയിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് പലപ്പോഴും പിന്തി വരുന്നത്. പക്ഷേ ആ സഹാബി വര്യനാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സർട്ടിഫൈ ചെയ്യുന്നത്. എപ്പോഴും പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന 5 നേരവും അവ്വൽ തക്ബീർ കൈകെട്ടാനുണ്ടായിരുന്ന പല സഹാബാക്കളും ഇരിക്കുമ്പോഴാണ് അവർക്കൊന്നും നൽകാത്ത സർട്ടിഫിക്കറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർഷകനാകുന്ന സഅദ് ബിൻ അബീ ലഹിയ റളിയല്ലാഹു അൻഹുവിന് നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വർഗവാസി ആരാണെന്ന് തിരിച്ചറിഞ്ഞ സഹാബത്തിന് അത്ഭുതമായി. പിറ്റേ ദിവസവും റസൂലുള്ള ഇത് ആവർത്തിച്ചു. 3-ാമത്തെ ദിവസവും റസൂലുള്ള ഇത് ആവർത്തിച്ചു. 3 ദിവസവും വന്നത് ഈ സഅദ് ബിൻ അബീ ലഹിയ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹം ചെയ്യുന്ന അമൽ എന്താണ് എന്ന് അറിയാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പല സഹാബാക്കളും കൂടുകയുണ്ടായി. കൂട്ടത്തിൽ പ്രഗത്ഭനായ സഹാബി വര്യനാണ് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോടൊപ്പം 3 ദിവസം സഹകരിക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിഥിയായി കഴിഞ്ഞുകൂടുകയും ചെയ്ത അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിനോടൊപ്പമുള്ള കൂടിത്താമസത്തിന്റെ ലക്ഷ്യം അദ്ദേഹം രാത്രിയിൽ പകലിൽ എന്ത് ഇബാദത്തുകളാണ് ഞങ്ങളെക്കാൾ കൂടുതൽ ചെയ്യുന്നത്, കാരണം സ്വർഗം നേടിയെടുക്കാൻ എന്ത് അമലാണ് അദ്ദേഹത്തിൽ ഉള്ളത് എന്ന് കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയത്. 3 ദിവസം പൂർത്തിയായി. 3-ാമത്തെ ദിവസമായപ്പോൾ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോകാൻ നേരത്ത് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബീ ലഹിയയോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദര, നിന്നെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസവും ഞങ്ങളോട് പറഞ്ഞത് നീ സ്വർഗവാസിയാണ്, നീ സ്വർഗവാസിയാണ്, നീ സ്വർഗവാസിയാണ്. മല്ലദീ ബലഗക മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ നിനക്ക് നൽകി തന്ന ഈ ഉയർന്ന ദർജയിലേക്ക് നിന്നെ കൊണ്ടെത്തിച്ചതെന്താണ്? ഞാൻ 3 ദിവസം നിന്നോടൊപ്പം ഉണ്ടായിട്ട് കൂടുതൽ അമലൊന്നും കണ്ടില്ല, ഞങ്ങൾ ചെയ്യുന്നത് പോലെയൊക്കെ കണ്ടുള്ളൂ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ സഹാബി വര്യനോട് ചോദിക്കുമ്പോ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, വലാകിന്നി, പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇന്നി ലാ അജിദു ഫീ നഫ്സി അഹദൻ മിനൽ മുഅ്മിനീന ഗില്ലൻ വലാ അഹ്സുദു അഹദൻ അലാ ഖൈറിൻ ആതാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള നന്മകൾ, ഖൈറുകൾ, അനുഗ്രഹങ്ങൾ അത് നീങ്ങിപ്പോകണമെന്ന് ഒരിക്കൽ പോലും ഞാൻ എന്റെ മനസ്സിൽ അസൂയ എന്ന നിലയിൽ വെച്ചു പുലർത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ വലാ അജിദു ഫീ നഫ്സി ഗില്ലൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്നും ഒരാളോടും എന്റെ മനസ്സിൽ ഇതുവരെയും ഒരു പകയും വിദ്വേഷവും വെറുപ്പും കുശുമ്പും ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ ഹൃദയം സലീമാണ്. മഹാനായ സഅദ് ബിൻ അബീ ലഹിയ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ ആ സഹാബി വര്യൻ പരിശോധിക്കാൻ വന്ന കൂടെ കൂടിയ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഇത് തന്നെയാണ് നിങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകീർത്തിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് സ്വർഗം നൽകിയത്. കാരണം യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഖൽബോടുകൂടി നാളെ അള്ളാഹുവിന്റെ മഹ്ശറിൽ വരുന്ന മനുഷ്യർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ സമ്പത്തും സന്താനങ്ങളും മറ്റ് കർമ്മങ്ങളും ഒന്നും അന്നാളിൽ ഉപകരിക്കുകയില്ല. ഹൃദയശുദ്ധിയാണ് അന്നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ വിജയത്തിന് മാനദണ്ഡമായിട്ട് അവൻ കാണുന്നത്. അത് കർമ്മങ്ങളിലായാലും മറ്റ് വർത്തമാനങ്ങളിലാണെങ്കിലും ദിക്റിലും ഖുർആൻ പാരായണത്തിലും സദഖയിലും ഏത് കാര്യങ്ങളിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഹൃദയശുദ്ധി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ചു വീണ്ടും നിങ്ങളോട് പറയുന്നു, മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടേറെ പ്രാർത്ഥനകൾ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാതൃകയാണ്. നമ്മൾ ആ പ്രാർത്ഥനാ വചനങ്ങൾ നമ്മുടെ ആരാധനകൾക്ക് ശേഷം, ഇബാദത്തുകൾക്ക് ശേഷം പ്രാർത്ഥിക്കാനാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എല്ലാവരും പഠിച്ചു വെക്കണം. അല്ലാഹുവേ ലാ തുഖ്സിനി വലാ തുഖ്സിനി യൗമൽ ഖിയാമ, വിചാരണ നാളിൽ നീ എന്നെ അപമാനിതനാക്കല്ലേ അല്ലാ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടു കൂടി വരുന്നവർക്കല്ലാതെ രക്ഷയില്ലാത്ത മഹ്ശറിന്റെ നാളിൽ
അള്ളാഹുവേ എനിക്ക് നീ ഹൃദയശുദ്ധി നൽകണേ എന്നുള്ള പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികളായ മഹാമനീഷികൾ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടിയ ആൾക്കാർ പലരെ കുറിച്ചും പലരും പല സംഭവങ്ങളും പറയുമ്പോൾ അവരിലേക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു സൽഗുണം എന്ന് പറയുന്നത് ഹൃദയ വിശുദ്ധിയാണ്. ഹൃദയവിശുദ്ധിയാണ്. ആരോടും അസൂയയും പകയും വിദ്വേഷവും ഒന്നുമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു അവരെന്നുള്ളതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനോട് ഒരിക്കൽ സുഫിയാൻ ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയുണ്ടായി, അഖ്ബിർനാ അൻ അമാലി മൻ ഖബലനാ, ഞങ്ങൾക്ക് മുമ്പുള്ള മുൻഗാമികളായ മഹത്തുക്കളായ മുസ്ലിമീങ്ങളുടെ സ്ഥാനമാനങ്ങൾ ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെ ഉയർന്ന ദറജയിൽ എത്താനുള്ള കാരണം എന്താണ്? എന്തായിരുന്നു അവരുടെ അമല്? മഹാനവകൾ മറുപടി പറഞ്ഞത്, കാനൂ യഅമലൂന ഖലീല വയുജറൂന കസീറ, അവരൊക്കെ കുറഞ്ഞ അമലേ ഉള്ളൂ, പക്ഷെ അവർക്കൊക്കെ വലിയ പ്രതിഫലമാണ് എന്ന് പറഞ്ഞപ്പോൾ വലിമദാലിക, അതെന്ത് കാരണത്താലാണെന്ന് തീർത്തും ചോദിക്കുമ്പോൾ ഖാല ലിസലാമത്തിസ് സുദൂർ, അവരുടെയൊക്കെ ഹൃദയങ്ങൾ പരിശുദ്ധമായിരുന്നു. അവരുടെ ഹൃദയങ്ങളൊക്കെ പകയും വിദ്വേഷവും ഇല്ലാത്തതായിരുന്നു. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ അവരൊക്കെ ഹൃദയശുദ്ധി ഭരിച്ച് ജീവിച്ച് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞവരാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഹൃദ്രോഗങ്ങളുമായിട്ട് ആത്മീയമായ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച നമ്മുടെ ഹൃദയങ്ങളെ ഓരോരുത്തരെയും ബാധിക്കാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരുപാട് രോഗങ്ങൾ, ആ രോഗങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവാക്കണം. അൽ ഹസദു യഅകുൽ ഹസനാതി കമാ തഅകുലുൻ നാറു അൽ ഹതബ, അസൂയയാകുന്ന ഹൃദയത്തെ ബാധിക്കുന്ന ആ രോഗം നമ്മുടെ ഹൃദയത്തെ പേറിയാൽ, നമ്മുടെ ഹൃദയത്തിൽ വന്നുപോയാൽ പിന്നെ നമ്മുടെ കർമ്മങ്ങളൊക്കെ അർത്ഥശൂന്യമായി പോകുമെന്നാണ്. യഅകുൽ ഹസനാതി കമാ തഅകുലുൻ നാറു അൽ ഹതബ, അഗ്നി വിറകിനെ ഒരു പിടിച്ചാരമാക്കുന്നത് പോലെ മനുഷ്യരുടെ പർവ്വത സമാനമായ അമലുകളെ ബാത്തിലാക്കുന്ന, ഫലശൂന്യമാക്കി തീർക്കുന്ന കാര്യമാണ് ഹസദ്. അതുപോലെ തന്നെ അഹങ്കാരം മനുഷ്യരുടെ നന്മകളെ നശിപ്പിച്ചു കളയുന്ന മോശമായ ഒരു മാനസിക വികാരമാണ്. നമ്മുടെ പലരുടെയും മനസ്സിൽ പലപ്പോഴും നമ്മൾ ആരൊക്കെയോ ആണ് എന്നുള്ള ഒരു ഈഗോ, ഒരു ചിന്ത വന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തൊരുപാട് അഹങ്കാരികൾ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. പക്ഷെ അവരുടെയൊക്കെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പാഠമാണ്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഖാറൂൻ. പക്ഷെ അവസാനം ഖാറൂൻ അഹങ്കരിച്ച് ഭൗതികമായ സൗകര്യങ്ങളുടെ പേരിൽ വല്ലാത്ത അഹങ്കാരം കാണിച്ച് അവസാനം അള്ളാഹു ഭൂമിയെ പിളർന്ന് ആ ഭൂമിയിലേക്ക് താഴ്ക്കുകയാണ് ഉണ്ടായത്. നമ്രൂദ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായിരുന്നല്ലോ, ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആയിരുന്നു ആ കാലഘട്ടത്തില്. അവസാനം അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന് അല്ലാഹു തആല അറുതി വരുത്തിയത് നിസ്സാരമായ ഒരു കൊതുകിനെ കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ മൂക്കിലൂടെ ഒരവസരത്തിൽ കയറി തലമുണ്ടയിൽ എത്തിച്ചേർന്ന കൊതുകിനെ പുറത്തെത്തിക്കാൻ അന്നുള്ള ശാസ്ത്ര അറിവുകൾ, ടെക്നോളജികൾ വികസിച്ചില്ലായിരുന്നു. അത് തലയ്ക്കകത്ത് മുട്ടയിട്ട് പെരുകി അവസാനം തലവേദന കൊണ്ട് അസഹനീയമായി തീർന്ന അദ്ദേഹം തന്റെ അടുത്ത പിശഗ്രന്മാരോട് തന്റെ തല അടിച്ചു പൊട്ടിക്കാനാണ് പറഞ്ഞത്. അവസാനം സ്വന്തം നിർദ്ദേശമനുസരിച്ച് തല തല്ലി തകർത്തുകൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയ വലിയൊരു അഹങ്കാരിയാണ് നമ്രൂദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരം നമ്മുടെ ഹൃദയത്തെ ബാധിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ അമലുകളെല്ലാം ബാത്തിലാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ വീണ്ടും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളിലെ ഉള്ളുകളിൽ, ഹൃദയങ്ങളിൽ
കടന്നുകൂടിയിട്ടുള്ള ഒട്ടേറെ ദുസ്വഭാവങ്ങള്, ഒട്ടേറെ മോശമായ ഇമോഷനുകളെ, വികാരങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഹൃദയശുദ്ധി കൈവരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പൈശാചികതയെ പൂർണ്ണാർത്ഥത്തിൽ നമ്മളിൽ നിന്നും ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും പിശാച് നിങ്ങൾക്ക് ശത്രുവാണ് എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഉത്ബോധനം നാം ഉൾക്കൊള്ളണം. ഇപ്പോൾ ഹാജിമാര് 3 ദിവസം കൊണ്ട് മിനയിൽ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ചിട്ട് അവിടെ ഒരുമിച്ച് കൂടിയിട്ട് അവർ എറിയുന്നത് സാത്താനെയാണ്. അവരിലുള്ള പൈശാചികതയെ അവർ എറിഞ്ഞകറ്റുകയാണ്. പ്രതീകാത്മകമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ ബലി സമർപ്പണത്തിൽ നിന്നും വഴിതെറ്റിക്കാൻ കിണഞ്ഞു ശ്രമിച്ച പിശാചിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ആട്ടിയോടിച്ചതിന്റെ പ്രതീകാത്മകമായ പൈശാചികതയെ സ്വന്തം ജീവിതത്തിൽ നിന്നും ആട്ടിയോടിച്ച് തികച്ചും ഹൃദയശുദ്ധി കൈവരിച്ച് പിറന്ന കുഞ്ഞിനെ പോലെ നൈർമല്യമായ മനസ്സിന്റെ ഉടമകളായി തിരിച്ചു വരാനുള്ള പാഠം പഠിപ്പിക്കപ്പെടുകയാണ് ഓരോ ഹാജിമാരെയും മിനയിലെ 3 ദിവസത്തിലെ കല്ലേറിലൂടെ. അത് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മളിലുള്ള പൈശാചികതകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു മടങ്ങി നല്ല ഒരു മുസ്ലിമായിട്ട് ജീവിച്ച് അള്ളാഹു നൽകിയ ആയുസ് ഈ ഭൂമി ലോകത്ത് തീർന്ന് അവൻ നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ പരിശുദ്ധമായ കലിമത്തു തയ്യിബ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഒരു മുഅ്മിനായി ഈ ലോകത്തു നിന്നും വിട പറയാൻ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ എന്ന മലക്കുൽ മൗത്തിന്റെയും ആശീർവാദം എന്റെ ദാസന്മാരോടൊപ്പം ചെന്ന് ചേരുക, എന്റെ തൃപ്തിയിലേക്ക് ഇറങ്ങി പുറപ്പെടുക എന്ന് നമ്മളുടെ ആത്മാവിനോട് സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരവസ്ഥ നമുക്ക് മരണവേളയിൽ ഉണ്ടാകണം. അതിന് ഏറ്റവും അനിവാര്യമാണ് നമ്മുടെ ഹൃദയശുദ്ധി. അതുകൊണ്ട് എല്ലാവരും സലീമുൽ ഖൽബാകണമെന്നുള്ള അവസാനത്തെ വസിയത്ത് എന്ന നിലയിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രഭാഷണത്തിന്റെ അവസാനത്തെ വസിയത്ത് എന്ന നിലയിൽ എന്നോടും നിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയശുദ്ധി കൈവരിച്ച യഥാർത്ഥ വിജയികളിലും മുഅ്മിനീങ്ങളിലും നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യം ഒരു സാലിഹായ അമലിൽ അള്ളാഹു ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.